നമ്മൾ പോകുന്നു കാലദേശങ്ങളറിയാതെ. യാത്രയാണ് അനന്തമാം യാത്രയാണ്, ഇടയ്ക്കൽപ്പമാത്രം നിലവേൽക്കാൻ വീട് തേടുന്നോർ നമ്മൾ. കിടങ്ങറ ശ്രീവത്സൻ ഇതെഴുതിയിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന പ്രശസ്ത കവിക്ക് ഇത് പാടിക്കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം നിന്ന് കരഞ്ഞുപോയി എന്നാണ്. നമ്മുടേതല്ലീ വീടും വാതിൽ മാടവും പടിക്കല്ലും ഇപ്പുറവേലിപ്പറർപ്പും പൊൻപൂക്കളും. നമ്മുടേതല്ലീ വീടും മുറ്റവും നന്ദ്യാവട്ടത്തറയും അരുളിയും ഇലഞ്ഞിപ്പൂഗന്ധവും. നമ്മുടേതല്ലീ വീടും വീടിന്റെ സംഗീതവും. നമ്മൾ പോകുന്നു കാലദേശങ്ങളറിയാതെ. യാത്രയാണ് അനന്തമാം യാത്രയാണ്, ഇടയ്ക്കൽപ്പമാത്രം നിലവേൽക്കാൻ വീട് തേടുന്നോർ നമ്മൾ. ആദ്യം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. എത്രയോ രാജാക്കന്മാരാണ് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയത്. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരി എറിഞ്ഞതത്ഭുതമല്ലേ. വലിയ വലിയ ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ വിരൽ തുമ്പുകൊണ്ട് നിയന്ത്രിച്ചിരുന്ന വലിയ വലിയ ഭരണാധിപന്മാർ മണ്ണോട് ചേർന്നുപോയി. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. മൈനർ യത്തീമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ, അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ. കുടിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴുതിന്നതത്ഭുതമല്ലേ. കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനും മഹാനായ മനുഷ്യൻ ഇതൊന്നും കൂടുതൽ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. ഈ ബൈത്തുകൾ കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ. ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി കബർ നിറഞ്ഞതത്ഭുതമല്ലേ. ഇത് കണ്ട് കരയാനും ഒരാൾ അവർക്കില്ലേ, കാണുന്ന മാർഗം അടഞ്ഞതത്ഭുതമല്ലേ. ഫോർക്കമ്പിലറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. തിരിച്ചെത്തുവാനൊരു യുക്തിയും അവർക്കില്ലേ, നിസ്സഹായമായി കഴിയുന്നതത്ഭുതമല്ലേ. ചുടുകാട്ടിലാണവർ താമസം അറിഞ്ഞില്ലേ, കാട്ടിക്കലിന്നവിടമാണതത്ഭുതമല്ലേ. അവർ കേട്ടതെല്ലാം കാഴ്ചയിൽ പുലർന്നില്ലേ, അയ്യോ അത്ഭുതം അല്ലെങ്കിൽ അത്ഭുതമില്ലേ. നമ്മളൊക്കെയും ഒരു ദിവസം മരണപ്പെടാനുള്ളവരാണ്. നാം ഈ കാണുന്ന ഓരോന്നും നമ്മൾ ഓർത്തു നോക്കണം. നമ്മൾ ഈ കാണുന്ന ഈ മാമലകളും ഈ മരങ്ങളും ഈ ചെടികളും വീടുകളും പുല്ലുകളും പുൽമേടുകളും കായലും സമുദ്രവും അതിന്റെ ഓളപ്പരപ്പും സൂക്ഷിച്ചു നോക്കണം. നമ്മൾ മരിച്ചാലും കായലിങ്ങനെ ഓളപ്പരമ്പുണ്ടാകും. നമ്മൾ മരിച്ചാലും സമുദ്രം തിരമാറിയിട്ടടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മരിച്ചാലും പർവ്വതങ്ങളും ഗിരിശൃംഗങ്ങളും അതുപോലെ അവിടെ ഉണ്ടാകും. നമ്മളൊന്നുമല്ലാതായി തീരും. നമ്മുടെ വീടുകൾക്കുള്ളിൽ ചിരിയും കളിയും തമാശയും ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ എങ്ങനെ സന്തോഷം നിറഞ്ഞിരിക്കുമോ, അതുപോലെ കൃത്യം നമ്മുടെ മരണശേഷവും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മെ മറന്നവർ സന്തോഷിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലേക്ക് കുത്തിക്കയറേണ്ട വാക്കുകളാണ്, നമ്മുടെ ചിന്തകൾക്ക് ചൂടുപിടിക്കേണ്ട വാക്കുകളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ യാത്രയായിരിക്കും.
നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ എത്രമാത്രമാണ് നമ്മൾ മരിച്ചാൽ മക്കൾ നമുക്ക് വേണ്ടി കരയുക എന്നത്. പക്ഷേ 4-5 കൊല്ലം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ചെന്നാൽ അറമാദിച്ച് ചിരിച്ച് തിമിർത്തവർ അവിടെ കഴിയുന്നുണ്ടാകും. നാം ഈ കാണുന്ന ആകാശത്ത് സൂക്ഷിച്ചു നോക്കണം. വിശാലമായി പരന്ന ഈ ആകാശഗംഗ അവിടെ തന്നെ ഉണ്ടാകും. എല്ലാം അവിടെ തന്നെ ഉണ്ടാകും. നാം ഈ ദുനിയാവിന്റെ മേൽപ്പലത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നാം മാത്രമാണ് പോകുന്നത്. നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നാണ് നമ്മുടെ ധാരണ. ഇൻകിലാബ് വിളിക്കാൻ വേണ്ടി മുഷ്ടിമുരട്ടിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ മരിച്ചാൽ നമ്മൾ ആരുമല്ല, നമ്മുടേതെന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ വസ്തുവകകൾ മരിച്ചു കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറെ അധികം വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളെ കാണും. ഇനി ഒരു പക്ഷേ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്, ഒരു പക്ഷേ നമ്മളെ കാണാൻ വരികയാണെങ്കിൽ നമ്മുടേതായിരിക്കില്ല. നമുക്ക് യാതൊരു അഡ്രസ്സും ഉണ്ടാവുകയില്ല. പഞ്ചായത്തുകളിൽ നിന്ന് നമ്മുടെ പേര് വെട്ടിമാറ്റപ്പെടും. സകല രജിസ്റ്ററുകളിൽ നിന്നും നമ്മുടെ അഡ്രസ് നീക്കം ചെയ്യപ്പെടും. നമ്മുടെ കൂട്ടുകാരുടെ ചിരികൾ, സന്തോഷങ്ങൾ മാറിമറിയുന്ന കാലത്തിന്റെ മറിമായങ്ങൾ. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പദ്യം ചിലപ്പോൾ ഓർമ്മ കാണും. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നു മണലെത്തുവാൻ മോഹം. തൊടിയിലെ കിണർവെള്ളം കോരി കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരാ കുയിലിന്റെ പാട്ടുകേട്ട് പാട്ട് പാടുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കാൻ മോഹം. ONV കുറുപ്പാണ് എഴുതിയ 2016 അയാള് ഫെബ്രുവരി 13 തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ അറ്റാക്ക് വന്ന മനുഷ്യനും മരണപ്പെട്ടു പോയി. അദ്ദേഹം എഴുതി വെച്ചു, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കാൻ മോഹം. ഈ മോഹങ്ങളെല്ലാം വെറുതെയാണ്, പഴയതൊരിക്കലും തിരിച്ചു വരില്ല എന്ന് ONV പറഞ്ഞു വെച്ചു. നമ്മൾ എന്തൊക്കെയോ ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുമെന്നുള്ള ചിന്തയിലാണ് നമ്മളുള്ളത്. എത്രയോ ആളുകളാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയത്. എത്രയോ ആളുകളാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയത്. ഖബറിന്റെ പച്ച മണ്ണിലേക്ക് പച്ച ശരീരം കൊണ്ടുവച്ച് 3-നോ 7-നോ 40-നോ ആണ്ടിനോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. പതിരാത്രിയിലും മഴയത്തും കനത്ത ചൂടിലും നാം അവിടെ കിടക്കും. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നാം ഒന്ന് തുറച്ചു നോക്കണം. അവസാനമായി നമ്മളെ വീട് എപ്പോഴാണ് നമ്മൾ കാണുക? നമ്മളൊന്ന് ചിന്തിക്കണം. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരിക്കും? സുഹൃത്തുക്കളുമായി അവസാനമായി സംസാരിച്ചത് ഒരു പക്ഷേ നമ്മളിപ്പോൾ തന്നെ ചിലപ്പോൾ ചില സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടുണ്ടാകുന്നത് അവസാനമായി സംസാരിച്ചതാകാം. ഒരു പക്ഷേ ഒന്നുകിൽ അവരുടെ മരണമാകാം, അല്ലെങ്കിൽ നമ്മുടെ മരണമാകാം. നമ്മൾ അറിയുന്നില്ലല്ലോ. എന്റെ ഈ സംസാരം കരുവ മുസ്ലിം ജമാഅത്ത് പള്ളി അങ്കണത്തിൽ പരിശുദ്ധമായ റമദാനിന്റെ 1ാമത്തെ വെള്ളിയാഴ്ചയിൽ നിങ്ങൾ ഇവിടെ നിന്ന് ശബ്ദം ശ്രവിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ടോ നിങ്ങൾ ഒരു കാരണവശാലും അടുത്ത വെള്ളിയാഴ്ച ഇവിടെ എത്തുമെന്നായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ ധരിക്കുന്നത്. പക്ഷേ എപ്പോഴാണ് നമ്മളൊക്കെ മരിക്കുക എന്നറിയാൻ പറ്റില്ല. നമ്മുടെ പ്രിയ ഭാര്യയുമായി നമ്മൾ എപ്പോഴാണ് അവസാനമായി സംസാരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. നമുക്ക് വേണ്ടി ചെറുപ്പത്തിലെ ഇറങ്ങി വന്ന ഒരു പാവം പെണ്ണ് നമുക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ വീട് വൃത്തിയാക്കാൻ, പാത്രങ്ങൾ കഴുകാൻ, വസ്ത്രങ്ങൾ ആക്കാൻ നമുക്ക് വേണ്ടി നിലകൊണ്ടവള എങ്ങനെ കുഞ്ഞു വീണാലും കുറ്റപ്പെടുത്തപ്പെടുന്നത് അവൾ മാത്രമാണ്. ഒരു പക്ഷേ ഐസുവിലേക്ക് നമ്മൾ മാറ്റുന്നതിന് മുമ്പാകാം അവളെ അവസാനമായി നാം കാണുന്നത്. ഐസുവിൽ കാണാൻ വന്ന സമയമായിരിക്കാം അവളെ നാം അവസാനമായി കാണുന്നത്. ഒരു പക്ഷേ അതിശക്തമായ കടുത്ത വേദനയോടെ ആരോടും ഒന്നും പറയാൻ പറ്റാതെ, കടുത്ത മാനസിക വ്യഥയോടെ ചുണ്ടം നനക്കാൻ പറ്റാതെ ഐസിയിൽ ആ ഏസിയിട്ട് തണുത്തുറഞ്ഞ ഐസുകളിൽ നാം അങ്ങനെ മരവിച്ച് കിടക്കുമ്പോഴാ അവസാനമായി അസ്രാഈലിന്റെ കണ്ണ് കാണുമ്പോ ആരോടും ഒന്നും പറയാൻ പറ്റാതെ, നാം അനക്കാൻ പറ്റാതെ, കഠിന കഠോരമായ ദാഹത്തിൽ കിടന്ന് പിടയുമ്പോ ഞാൻ മരിക്കുകയാണെന്ന് പറയാൻ പറ്റാതെ
ഒന്ന് നിസ്കരിക്കാൻ ആരെങ്കിലും മുഖമെടുത്ത് തരുമോ എന്ന് പറയാൻ പറ്റാതെ, എന്റെ ഇന്ന സ്ഥലത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പൈസ എടുത്ത് പാവപ്പെട്ടവർക്ക് സദഖ കൊടുക്കാൻ പറ്റുമോ എന്ന് വിളിച്ചു പറയാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ മരവിച്ച് കിടക്കുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്നുൽ ആഖിബത്ത് നമുക്കൊക്കെ നൽകി സദഖകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് ഓരോരുത്തരും മരണമെന്ന പ്രതിഭാസം വരുന്നതിന് മുമ്പേ നിങ്ങൾ സദഖ ചെയ്യൂ എന്ന് പരിശുദ്ധ ഖുർആൻ. റഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. റഹ്മത്തിന്റെ പത്തിലാണ് മുഅ്മിനീങ്ങളെ നമ്മളുള്ളത്. ആകാശത്തിലുള്ളവൻ നമ്മളോട് റഹ്മത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരോട്, നിങ്ങൾ മനുഷ്യരോട്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളൊക്കെ നമുക്ക് അവസാനമായ മക്കളുടെ, കുഞ്ഞുമക്കളുടെ വിരലുകൾ അവസാനമായി പിടിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ അവസാനം എത്രയോ ആളുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോയത്. നമ്മൾ ഓരോന്നും ചിന്തിക്കണം. പരിശുദ്ധ സൂറത്തുൽ വാഖിഅയിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ فروح وريحان وجنة نعيم فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب علم إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين. روح തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ആളുകൾ ചുറ്റുഭാഗമുണ്ടാകും, നോക്കിക്കൊണ്ടിരിക്കാൻ ആളുകൾ. ഡോക്ടർമാര് ചിലപ്പോൾ 12, 15, 20 ഡോക്ടർമാര് ചിലപ്പോ വലിയ വലിയ ആളുകൾ മരിക്കാൻ നേരത്ത് സാക്ഷിയാകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബ ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങളിലേക്ക് നാമാണ് ഏറ്റവും അടുത്തത്, പക്ഷേ നിങ്ങൾ കാണുന്നില്ല. ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ. ഈ ശാസ്ത്രമാണ് വലുതെങ്കിൽ, നിങ്ങളതാണ് സത്യമെന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റൂഹിനെ ഒന്ന് മടക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നല്ല ആളുകളാണെങ്കിൽ അവർക്ക് ഫറൂഹും വറൈഹാനും വജന്നത്തു നഈം. മലക്കുകൾ കളിപ്പാട്ടങ്ങൾ കാട്ടി അവരെ കളിയുടെ സന്തോഷിപ്പിക്കുന്നതാണ്. ഇനി അങ്ങനെ നല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിളിച്ചു പറയപ്പെടും, ഫസ്സലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. അല്ലാഹു നമ്മളെയൊക്കെ കൂട്ടരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കൂട്ടരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫസ്സലാമുൻ ലക. നിനക്കാണ് രക്ഷ, നിനക്കാണ് രക്ഷ. ഫസ്സലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. നീ വലത് പക്ഷക്കാരുടെ കൂട്ടത്തിലാണ്, വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم. ഭീകരമായ അവസ്ഥകൾ വരാതിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടക്കിക്കൊണ്ടുവരിക. ഈ റൂഹിനെ ഒന്ന് മടക്കിക്കൊണ്ടുവരിക. എത്ര ആളുകളുണ്ടെങ്കിൽ എന്താ? കിടങ്ങറ ശ്രീവത്സൻ വെറുതെ എഴുതി വെച്ചത്, നമ്മുടെ തല്ലി വീടും മുറ്റവും നന്ദ്യാർവട്ടത്തറയും അരുളിയും ഇടഞ്ഞിപ്പൂ ഗന്ധവും നമ്മുടെ തല്ലി വീടും വീടിന്റെ സംഗീതവും നമ്മൾ പോകുന്നു കാലദേശങ്ങൾ അറിയാതെ
എത്രയാണ് അനന്തമാം, എത്രയാണ് ഇടയ്ക്കൽപ്പ മാത്രം ഒന്നിളവേൽക്കാൻ വീട് തേടുന്നോട് നമ്മൾ. അതുകൊണ്ട് ഖുർആനിന്റെ ആഹ്വാനം നമ്മൾ സ്വീകരിക്കണം. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب. ഞാൻ സദഖ ചെയ്തു കൊള്ളാം റബ്ബേ, ഞാൻ നല്ലത് ചെയ്തു കൊള്ളാം റബ്ബേ എന്ന് വിളിച്ചു പറയുന്ന അവസാനത്തെ അവസ്ഥ എത്തുന്നതിന് മുമ്പേ നിങ്ങൾ സദഖ ചെയ്യണമെന്ന് ഖുർആൻ. അല്ലാഹു തആല അതിനെ അനുസരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.